exploitation through the export of finance capital and enterprises to India. From about the middle of the 19th century, a new mode of colonial exploitation appeared in the form of highly profitable export of British capital and enterprises to India. But it must be mentioned that most of this capital was not brought from England. It was accumulated in India by using all kinds of unscrupulous methods by the British. ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മറ്റൊരു ചൂഷണത്തിന്റെ രൂപം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നും അവരുടെ മൂലധനവും അവരുടെ സംരംഭങ്ങളും നമ്മുടെ രാജ്യത്ത് വന്ന് ലാഭമുണ്ടാക്കി എന്നുള്ളതാണ്. ഇവിടെ ബ്രിട്ടന്റെ മൂലധനമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ബ്രിട്ടൻ അവരുടെ മൂലധനം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് എന്താണ്? ഇവിടെ നിന്ന് പലപ്പോഴായി പല രൂപത്തിൽ കൊള്ളയടിച്ചു കൊണ്ടുപോയ, അടിച്ചു മാറ്റിക്കൊണ്ടുപോയ മൂലധനമാണ്, പണമാണ് ബ്രിട്ടീഷ് ക്യാപിറ്റൽ എന്ന രീതിയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നെക്സ്റ്റ്, എംപ്ലോയ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് നാഷണൽസ് in the colonial administration. ഇനി ചൂഷണത്തിന്റെ മറ്റൊരു രൂപം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണത്തില് ബ്രിട്ടീഷുകാരെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ചൂഷണമാണ്. The colonial administration provided well-paid employment opportunities for a large number of British nationals. The salaries of the British civil and military personnel were a heavy burden on government finance. India had also to bear the burden of paying pension. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ ധാരാളമായി കൊണ്ടുവരികയും അവരെ ഇവിടെ എല്ലാ തലങ്ങളുടെയും ഓഫീസുകളുടെയും തലപ്പത്ത് നിയമിക്കുകയും ചെയ്തു. എന്താ അതിന്റെ പ്രത്യേകത? വളരെ ഉയർന്ന സാലറി കൊടുത്തുകൊണ്ടാണ് അവരെ നിയമിച്ചത്. അത് ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെ വലിയ ബേർഡനായിരുന്നു, വലിയ ഭാരമായിരുന്നു, സാമ്പത്തിക ഭാരമായിരുന്നു. ഇന്ത്യക്കാരെയാണ് നിയമിക്കുന്നതെങ്കിൽ വളരെ കുറഞ്ഞ ശമ്പളം മതി. ഇവിടെ ഒരു ഇന്ത്യക്കാരന് കൊടുക്കുന്നതിന് 3, 4, 5 ഇരട്ടി കൊടുത്താണ് ബ്രിട്ടീഷുകാരനെ ഇവിടെ നിയമിച്ചത്. ആ രൂപത്തിലും സാലറി രൂപത്തിലും പെൻഷൻ രൂപത്തിലും ഇന്ത്യയിൽ നിന്ന് വലിയ എമൗണ്ട് അവർ വീണ്ടും അടിച്ചു മാറ്റിക്കൊണ്ടുപോവുകയുണ്ടായി. Next one is the exploitation of the peasants through the land tenure system. ഭൂപരിഷ്കരണ സമ്പ്രദായത്തിലൂടെ ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു. Zamindari system led to the transfer of surplus from the agriculturists to the zamindars who wasted it on conspicuous consumption. It destroyed the possibilities of development that existed in agriculture at that time. നമുക്കറിയാം എന്താണ് ഈ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ടിലൂടെ ലോർഡ് കോൺവാലിസ് കൊണ്ടുവന്ന സെമിന്ദാരി സിസ്റ്റം. 1793 അത് കൊണ്ടുവന്നത്. അത് ശരിക്കും ഒരു ഇന്ത്യൻ കർഷകരെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമായി മാറുകയുണ്ടായി. കാരണം എന്താണ്? ഇവര് കൂടെ എന്താണ് നികുതി പിരിക്കുകയും നികുതി വർദ്ധിപ്പിക്കുകയും ആ ലഭിക്കുന്ന നികുതി പൂർണ്ണമായിട്ടും അവര് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാതെ കോൺസ്പീക്വസ് കൺസംഷൻ, ആർഭാട ജീവിതം നയിച്ചുകൊണ്ട് അത് വേസ്റ്റ് ആക്കി. ആ കാലഘട്ടത്തിൽ നമ്മുടെ കാർഷിക മേഖലയിൽ ഏതെങ്കിലും രീതിയിലുള്ള വികസന സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത കൂടി അത് ഇല്ലാതാക്കി എന്നുള്ളതാണ്. അവസാനമായി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇന്ത്യൻ റിസോഴ്സസ് ഫോർ പർപ്പസ് ഓഫ് കോൺക്വസ്റ്റ് ആൻഡ് വാർ. യുദ്ധത്തിന് വേണ്ടിയും ആക്രമണത്തിന് വേണ്ടിയും ഇന്ത്യയുടെ ഫണ്ട്, ഇന്ത്യയുടെ ധനം ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു. ഇന്ത്യ പെയ്ഡ് ഫോർ ഹെർ ഓൺ കോൺക്വസ്റ്റ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ കീഴടക്കിയതിന് പോലും ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് ഫണ്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. Up to 1765, the East India Company financed its aggressive operations from the revenue obtained from a highly exploitative trade. 1765 വരെ ബ്രിട്ടീഷുകാർ അവരുടെ പിടിച്ചടക്കലുകൾക്ക് വേണ്ടി ചെലവഴിച്ചത് ചൂഷണാത്മകമായിട്ടുള്ള വ്യാപാരത്തിലൂടെ ലഭിച്ച പണമാണ്. എന്നാൽ അതിനുശേഷം കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞു. From 1765, the excess expenditure on military was met by borrowing.
ഈ പറയുന്ന സൈനിക ചെലവ്, അധികമായി വന്ന സൈനിക ചെലവ് നികത്താൻ ഇന്ത്യക്ക് ശേഷിയില്ലാതെ വന്നപ്പോൾ കടം വാങ്ങേണ്ടി വന്നു. കടം വാങ്ങി ചെലവഴിച്ചു. This increased the Indian debt considerably. ഇന്ത്യയെ സംബന്ധിച്ച് അതിന്റെ കടം വർദ്ധിച്ചു. India was made to bear the full cost of conquest by Britain. ബ്രിട്ടൻ നടത്തുന്ന എല്ലാ പിടിച്ചടക്കലുകളുടെയും യുദ്ധങ്ങളുടെയും ചെലവ് വഹിക്കേണ്ടത് ആരായി മാറി? ഇന്ത്യയായി മാറി. India as a colony of Britain was dragged into the two world wars. രണ്ട് ലോകമഹായുദ്ധങ്ങളിലും ഇന്ത്യ പങ്കെടുക്കേണ്ടി വന്നത് ബ്രിട്ടന്റെ ഈ സമീപനം കൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ബ്രിട്ടൻ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചത്. ഏതെല്ലാം രീതിയിൽ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കാമോ ആ രീതിയിലൊക്കെ ബ്രിട്ടൻ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.